നമസ്കാരം. ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയി തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകെ ഹാലിളകിയ അവസ്ഥയിലാണ്. എന്തൊക്കെയാണ് തൻ്റെ അസാന്നിധ്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്നു എന്നാണ് പിണറായി ചോദിക്കുന്നത്. ജൂലൈ 5-നാണ് മുഖ്യമന്ത്രി US-ലേക്ക് ചികിത്സയ്ക്കായി പോയത്. പകരം ചുമതല ആർക്കും കൈമാറിയിരുന്നില്ല. എല്ലാ സർക്കാരിൻ്റെ ലക്ഷ്യം അധികാരം നിലനിർത്തലാണ്. അപ്പോൾ അതിനായി ആരുമായി ഒത്തുപോകും? കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ സൂംബ പരിശീലനത്തിലും സ്കൂൾ സമയമാറ്റത്തിലും സമസ്തയുടെ എതിർപ്പിന് മുന്നിൽ മുട്ടുവിറച്ച് നിലപാട് മാറ്റിയിരിക്കുകയാണ് പിണറായി സർക്കാർ. സൂംബ പരിശീലനം നൽകണമെന്ന നിർബന്ധത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോവുകയാണ്. സ്കൂൾ സമയമാറ്റത്തിനും അനുനയ ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ പിന്നോട്ട് പോക്ക് ചർച്ചയാകാതിരിക്കാൻ ഗുരുപൂജയെ വിവാദമാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹൈസ്കൂൾ മാത്രമാണ് 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകിട്ടും അധ്യയന സമയം വർദ്ധിപ്പിച്ച് ജൂൺ 11-ന് ഉത്തരവിറക്കിയത്. ഇത് ഒരു കാരണവശാലും മാറ്റില്ലെന്നായിരുന്നു പലവട്ടം വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചത്. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. സ്കൂൾ സമയമാറ്റം മതവിദ്യാഭ്യാസം നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും സമസ്തയുടെ ചരിത്രം വിവരിക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഹൈക്കോടതി അംഗീകാരമുണ്ടെങ്കിലും സ്കൂൾ സമയമാറ്റ ഉത്തരവ് പിൻവലിക്കാമെന്ന് ആദ്യം പറഞ്ഞ മന്ത്രി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തതോടെ സർക്കാരിന് കടുംപിടുത്തമില്ലെന്ന നിലപാട് മയപ്പെടുത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സമസ്ത വീണ്ടും സ്കൂൾ സമയമാറ്റത്തിനെതിരെ രംഗത്തെത്തി. ആഗസ്റ്റ് 5-ന് കളക്ട്രേറ്റിന് മുന്നിൽ ധർണയും സെപ്റ്റംബർ 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെയാണ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ക്രമീകരണം നടത്താമെന്ന കീഴടങ്ങലുമായി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയത്. സംസ്ഥാനത്തെ സ്കൂൾ സമയ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചർച്ച നടത്തുമെന്നും സർക്കാരിന് കടും പിടുത്തമില്ലെന്നുമാണ് മന്ത്രി ശിവൻകുട്ടി ആവർത്തിച്ചത്. ഹൈക്കോടതി അംഗീകാരമുണ്ടെങ്കിൽ സ്കൂൾ സമയം കൂട്ടി ഉത്തരവ് പിൻവലിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രി നിലപാടങ്ങ് തിരുത്തി. ചികിത്സ കഴിഞ്ഞ് മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്നും സമസ്തയുടെ എതിർപ്പിന് പിന്നാലെ സ്കൂളുകൾ നിർബന്ധിതമാക്കിയ സൂംബയും പിൻവലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കായിക അധ്യാപകരുമായുള്ള ഇടങ്ങളിൽ പോലും സൂംബ നടത്തുന്നില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് സമസ്തയ്ക്ക് കീഴടങ്ങാനാണ് സർക്കാർ നീക്കം. ഇതൊന്നും ചർച്ചയാകാതിരിക്കാൻ ഗുരുപൂജ വിവാദമാക്കുകയാണ് CPM-ഉം സർക്കാരും. സമസ്തയെയും കാന്തപുരത്തെയും പിണക്കുന്ന സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉടൻ തന്നെ തീരുമാനമെടുക്കും. 2 സംഘടനകളുമായി ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയോട് നിർദ്ദേശിക്കും. സമവായത്തിന്റെ പാതയിൽ കാര്യങ്ങൾ എത്തിക്കാനാണ് നീക്കം. അടുത്ത മന്ത്രിസഭാ യോഗം 17-ന് ചേർന്നേക്കും. അന്നുതന്നെ പാർട്ടി നേതൃത്വവുമായി യോഗത്തിന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകും. അതിനു മുമ്പ് PK ശശിയുടെ വിഷയത്തിലും മുഖ്യമന്ത്രി തീരുമാനമെടുത്തേക്കും. സമസ്തയും കാന്തപുരത്തെയും വിദ്യാഭ്യാസ മന്ത്രി പിണക്കിയെന്ന വാദവും മുഖ്യമന്ത്രിക്കുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉറച്ച നിലപാടാണ് വിഷയങ്ങളിലെടുത്തത്. 2 സംഘടനകളുമായി ചർച്ച നടത്താതെ സ്കൂൾ കലണ്ടറും പുറത്തിറക്കി. ഈ വിഷയത്തിൽ ന്യൂനപക്ഷ വികാരം അട്ടിമറിച്ചുവെന്ന ചർച്ച സമസ്തയിൽ ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന സംഘടനയാണ് സമസ്ത. കാന്തപുരവും അങ്ങനെ തന്നെയായിരുന്നു. ഈ വിഷയത്തിൽ പിണറായി എടുക്കുന്ന പരസ്യ നിലപാട് നിർണായകമാകും. ഇതിനൊപ്പമാണ് കേരള സർവകലാശാല വിഷയവും. സ്കൂളുകളിൽ കാൽ കഴുകൽ വിവാദം അടക്കം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇതിനൊപ്പമാണ് കൂത്തുപറമ്പിലെ പഴയ വെടിവെപ്പിൽ പിണറായിയുടെ പ്രസംഗവും ചർച്ചയാകുന്നത്. സദാനന്ദൻ മാസ്റ്ററെ BJP രാജ്യസഭാ MP ആക്കുമ്പോഴാണ് ഈ വിവാദവും എത്തുന്നത്. കൂത്തുപറമ്പിലെ വെടിവയ്പിൽ പ്രതിയായി പിന്നീട് കുറ്റവിമുക്തനായ റവാഡെ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയാക്കിയത് ഇനി പിണറായി പറയുന്ന നിലപാട് നിർണായകമാകും.